വ്യത്യസ്തമായ വ്യക്തിത്വവും ചിന്താഗതിയും ഉള്ളപ്പോൾ തന്നെ ഒരേ ആത്മാവിനാൽ നിത്യതയിലേക്ക് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ ജനം. ദൈവസഭയിൽ വിശ്വാസത്തിൽ ബലഹീനരുണ്ട്, വിശ്വാസത്തിൽ സമ്പന്നരുമുണ്ട്. ഉദാഹരണമായി റോമയിലെ ദൈവസഭയിൽ ചില വിശ്വാസികൾ എല്ലാ ഭക്ഷണവും കഴിക്കാമെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ ചിലർ സസ്യാദികളെ മാത്രം തിന്നുവാൻ താല്പര്യപ്പെട്ടു. ഒരു ജീവിയെ കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നത് ദൈവമുമ്പാകെ പാപമാണെന്ന് ഒരുപക്ഷെ അവർ ചിന്തിച്ചിരിക്കാം. വിശ്വാസത്തിൽ ബലഹീനരായതുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിച്ചത്. എന്നാൽ അവരുടെ തീരുമാനത്തെ അപ്പോസ്തലനായ പൗലോസ് വിലക്കുകയോ തെറ്റെന്ന് വിധിക്കുകയോ ചെയ്തില്ല. എന്നാൽ ദൈവജനം തമ്മിലുള്ള കുറ്റപ്പെടുത്തലിനെ അപ്പോസ്തലനായ പൗലോസ് എതിർത്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 14-1 പറയുന്നുണ്ട്, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിനെന്ന് പറയുന്നുണ്ട്. റോമയിലെ സഭയിൽ മാത്രമല്ല, ഇന്നും ഇങ്ങനെയുള്ള പല വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലർ വെള്ളവസ്ത്രം മാത്രമേ ധരിക്കത്തുള്ളൂ, ചിലർ കളറ് ധരിക്കുന്നില്ല. ചില ആളുകൾ കളർ വസ്ത്രം ധരിക്കാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ ചില ആളുകൾ മരുന്ന് ഉപേക്ഷിക്കുന്നു, എന്നാൽ ചിലർ മരുന്ന് കഴിക്കുന്നു. റോമയിലെ സഭയിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഇന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ ചിന്താഗതിയും ഇന്നുമുണ്ട്. യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകളെ അനുസരിക്കുന്ന സകലരിലും ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെങ്കിലും വിശ്വാസം സംബന്ധിച്ച് ഇപ്രകാരമുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ കാരണമെന്താണ്? ദൈവത്തിൻ്റെ വചനം അതേക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റോമർക്കെഴുതിയ ലേഖനം 12-3 പറഞ്ഞുണ്ട്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തതുപോലെ എന്നും നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിനൊത്തവണ്ണമുള്ള കൃപ ലഭിച്ചിരിക്കുന്നുവെന്ന് എഫെസ്യ ലേഖനം 4-7 പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ തന്നെ ദൈവ നിർണയപ്രകാരമുള്ള ഒരളവിൽ ദൈവം തൻ്റെ കൃപയെ നമ്മിൽ പകർന്നു. ഓരോ വിശ്വാസിയിലും പങ്കിട്ട് നൽകിയിരിക്കുന്നത് വ്യത്യസ്തമായ ഒരളവിൽ തന്നെയാണ്. വിശ്വാസത്തിൻ്റെയും കൃപയുടെയും അളവിന് അന്തരമുള്ളതുകൊണ്ടാണ് നാം ഓരോരുത്തരുടെയും വിശ്വാസത്തിന് ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരിലും ക്രിയ ചെയ്തുകൊണ്ടാണ് നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞതും യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതും. 2 കൊരിന്ത്യർ 4-11 അത് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ വ്യത്യസ്തമായ അളവിനെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ചിലർക്ക് മലകളെ നീക്കുവാൻ തക്കമുള്ള വിശ്വാസമുണ്ട്. 1 കൊരിന്ത്യർ 13-2 അത് പറയുന്നത്. അതുപോലെ വിശ്വാസത്തിൽ ബലഹീനന്മാരുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 14-2 അത് പറയുന്നുണ്ട്. കടുകുമണിയോളമുള്ള വിശ്വാസമെന്ന് ലൂക്കോസ് സുവിശേഷം 17-5 പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കടുകുമണിയോളമുള്ള വിശ്വാസം ഒരുപക്ഷെ ദൈവം നമുക്ക് പങ്കിട്ട് നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആ അളവിൽ ഏറ്റവും ചെറിയ അളവായിരിക്കാം. എന്നാൽ അത്രയും വിശ്വാസം കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് അവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ നമ്മുടെ മുമ്പിൽ ഉയരാവുന്ന പ്രതിസന്ധികളെ മുൻകണ്ട ദൈവം അതിനെ ജയിപ്പാൻ ആവശ്യമായ വിശ്വാസവും നമ്മിൽ ഓരോരുത്തരിലും പങ്കിട്ട് നൽകിയിട്ടുണ്ട്. പഴയ ഭക്തന്മാർ ആത്മാവ് സംബന്ധമായി രക്ഷിക്കപ്പെട്ടവരായിരുന്നില്ല എങ്കിലും വിശ്വാസത്തിൻ്റെ ഒരളവിനെ ദൈവം അവരിലും പങ്കിട്ട് നൽകിയിരിക്കുന്നുവെന്ന് 2 കൊരിന്ത്യർ ലേഖനം 4-13 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യോർദാനിലെത്തിയ പ്രവാചക ശിശുമാർ പുതിയതായി പണിയുന്ന പാർപ്പിടത്തെക്കുറിച്ച് അവനവന് ലഭിച്ച ഉൾക്കാഴ്ചയ്ക്കൊത്തവണ്ണമുള്ള മരം മുറിപ്പാൻ ആരംഭിച്ചു. ദൈവം പങ്കിട്ട് നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവിന് ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിരുന്നു. ചിലർ വലിയ മരങ്ങൾ മുറിച്ചു, മറ്റ് ചിലർ ചെറിയ മരങ്ങൾ മുറിച്ചു. എന്നാൽ അവരിൽ ഒരു പ്രവാചക ശിഷ്യന് മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. യോർദാനിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു മരം മുറിക്കുക എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഹൃദയത്തിൽ ഉൾനട്ടിരുന്ന വചനപ്രകാരമുള്ളൊരു മരം മുറിക്കുവാനാണ് അവൻ ആഗ്രഹിച്ചത്. യോർദാൻ നദിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരം അവൻ മുറിപ്പാൻ ആരംഭിച്ചു. നദീതീരത്ത് നിൽക്കുന്ന മരങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ടെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. അവയുടെ ഇല എന്നും പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ അവ വളർന്നവയാണ്. സങ്കീർത്തന പുസ്തകം 1-2 ഇരമ്യാവിൻ്റെ പുസ്തകം 17-8 വായിക്കുക. മാത്രവുമല്ല, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനെ ആറ്റരിക്കത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തോട് ഉപമിച്ചിട്ടുമുണ്ട്. നദീതീരത്ത് നിൽക്കുന്ന ഒരു മരം മുറിക്കുക എന്നത് അവൻ്റെ ഹൃദയത്തിൽ ഉൾനട്ടിരുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ദർശനമായിരുന്നു. ദൈവാത്മാവ് അവൻ്റെ മനസ്സിൽ വെളിപ്പെടുത്തിയിരുന്ന വചനത്തിനൊത്തോണമുള്ള ഒരു മരം അവൻ മുറിപ്പാൻ തുടങ്ങി.
എന്നാൽ ആ മരം മുറിച്ച് വീഴ്ത്തുന്നതിന് മുമ്പ് അവൻ്റെ കോടാലി ഊരി യോർദാൻ നദിയിൽ വീണു. മരം മുറിക്കുമ്പോൾ കോടാലി ഊരി തെറിക്കുക എന്നത് ഒരു സാധാരണ സംഭവമാണ്. ഈ ആധുനിക കാലഘട്ടത്തിലും അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ആ പ്രാചീന കാലത്ത് എത്രയോ ശിഷ്യന്മാരുടെ കോടാലി ഊരി തെറിച്ചിട്ടുണ്ടാവും. എന്നാൽ അവരിൽ ഒരുത്തൻ്റെ കോടാലി മാത്രമാണ് ഊരി യോർദാനിൽ വീണത്. മരം മുറിക്കുന്നവരുടെ കോടാലി ഊരിയാൽ സാധാരണ ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെയാകും വീഴുന്നത്. അല്ലെങ്കിൽ 5 മീറ്റർ, ഏറി വന്നാൽ 10 മീറ്റർ, അതിനപ്പുറം ആ കോടാലി ഊരി തെറിക്കാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രവാചക ശേഷം മുറിച്ച മരം യോർദാൻ നദിയോട് ഏകദേശം 10 മീറ്ററിനുള്ളിൽ നിന്നൊരു മരമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ പ്രവാചക ശേഷൻ മരം മുറിക്കുവാൻ ഉപയോഗിച്ച കോടാലിക്ക് മൂർച്ച കുറവായിരുന്നു എന്ന് സ്ഥാപിക്കുവാൻ അനേകരും വായിക്കുന്ന വാക്യമാണ് സഭാപ്രസംഗി 10-ാം അധ്യായം 10-ാം വാക്യം. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിന് വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. സഭാപ്രസംഗി 10-ാം അധ്യായം 10-ാം വാക്യം. കോടാലി ഊരി യോർദാൻ നദിയിൽ പോയ ആ പ്രവാചക ശിഷ്യൻ മരം മുറിക്കുവാൻ ഉപയോഗിച്ച കോടാലിക്ക് മൂർച്ച കുറവായിരുന്നു എന്ന് സ്ഥാപിക്കുവാൻ അനേകരും ഈ വാക്യമാണ് വായിക്കുന്നത്. മൂർച്ച കുറഞ്ഞ കോടാലി കൊണ്ട് മരം മുറിച്ചതിനാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വന്നുവെന്നും അങ്ങനെ അധികം ശക്തിയോടെ മരം മുറിച്ചതുകൊണ്ടാണ് അവൻ്റെ കോടാലി ഊരി നദിയിൽ വീണതെന്നുമാണ് വ്യാഖ്യാനിക്കുന്നത്. മൂർച്ചയില്ലാത്ത ഇരുമ്പായുധം ഉപയോഗിക്കുന്നവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരുമെന്ന് ശലോമോൻ പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നുവെച്ച് ഈ വാക്യം വായിച്ച ശേഷം ഇവിടെ പ്രവാചക ശിഷ്യൻ ഉപയോഗിച്ച കോടാലിക്ക് മൂർച്ച കുറവായിരുന്നു എന്നെങ്ങനെ തെളിയിക്കുവാൻ കഴിയും? ശലോമോൻ നടത്തുന്ന പ്രസ്താവന ഈ കോടാലിയെ സംബന്ധിച്ചുള്ളതാണെന്ന അറിവ് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഒരു വ്യാഖ്യാനമല്ല, മറിച്ച് പാരമ്പര്യമായ ഒരു വ്യാഖ്യാന ശൈലിയാണ്. ഈ പ്രവാചക ശിഷ്യൻ മരം മുറിക്കുവാൻ ഉപയോഗിച്ച കോടാലിക്ക് നല്ല മൂർച്ച ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുവാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഈ കോടാലി വായ്പ വാങ്ങിയതാണ്. വായ്പ വാങ്ങുന്നവനും അത് കൊടുക്കുന്നവനും കോടാലി ഉപയോഗപ്രദമാണോ, അതിന് മൂർച്ചയുണ്ടോ എന്ന് തീർച്ചയായിട്ടും പരിശോധിച്ചിരിക്കും. രണ്ടാമതായിട്ട്, ഓരോരുത്തരും ഓരോ മരം മുറിക്കുന്നതിനാൽ ഓരോരുത്തർക്കും ഓരോ കോടാലി ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാവുമ്പോൾ ഉപയോഗിച്ച് മൂർച്ച കുറഞ്ഞു എന്ന വ്യാഖ്യാനത്തിനും ഇവിടെ പ്രസക്തിയില്ല. പുതിയതായി പാർപ്പിടം പണിയുവാനുള്ള മരങ്ങൾ പ്രവാചക ശിഷ്യന്മാർ മുറിക്കുന്നുവെങ്കിലും പാർപ്പിടത്തിൻ്റെ രൂപരേഖ ദൈവത്തിൻ്റെതാണ്. ദൈവാത്മാവാണ് ഇതിൻ്റെ പിന്നിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവാചക ശിഷ്യന്മാർ തങ്ങളുടെ ഇടുക്കത്തെ തിരിച്ചറിഞ്ഞതും ഒരു പുതിയതും വിശാലതയുള്ളതുമായ ഒരു പാർപ്പിടം പണിയുവാൻ ഉദ്ദേശിക്കുന്നതുമെല്ലാം അവരുടെ സ്വന്തം ബുദ്ധിയിലല്ല, ഒരു ദൈവിക നടത്തിപ്പ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവാത്മാവ് ഓരോരുത്തരുടെയും മനസ്സിൽ നൽകിയിരുന്ന പ്രേരണയ്ക്കനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ മരം മുറിക്കുന്നത്. യോർദാൻ നദിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മരം മുറിച്ച പ്രവാചക ശിഷ്യൻ ദൈവത്തിൽ നിന്നും ഒരു ഉന്നത ദർശനം പ്രാപിച്ചിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ മുറിച്ച മരം തിരുവചനപ്രകാരമുള്ള ഒരു മരമായിരുന്നു. യോർദാൻ നദിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മരമാണ് അവൻ മുറിച്ചത്. അവൻ മുറിച്ച മരം തിരുവചനപ്രകാരമുള്ള ഒന്നായിരുന്നു. പുതിയതായി പണിയുവാനുള്ള പാർപ്പിടത്തിന് തൂണുകളാക്കുവാനുള്ള മരം മുറിക്കുവാനാണ് ദൈവം ഈ പ്രവാചക ശിഷ്യനെ നിയോഗിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉന്നതമായ ദർശനം പ്രാപിച്ചവനെ ഉന്നതമായൊരു ശുശ്രൂഷയും ദൈവം ഫലമേൽപ്പിച്ചു. ദൈവത്തിൽ നിന്നും നമ്മൾ ഓരോരുത്തരും പ്രാപിച്ചിരിക്കുന്ന ദർശനങ്ങൾക്കും അതിൻ്റെ പൂർത്തീകരണത്തിനുമിടയിൽ ഒരിടവേളയുണ്ട്. ഇപ്രകാരമുള്ള ഇടവേളകളിലാണ് ദൈവത്തിൽ നിന്നും നമ്മൾ കേട്ട വചനത്തിൽ നിന്നും നമ്മളെ അകറ്റുവാൻ ഈ ലോകത്തിൻ്റെ ദൈവമായ സാത്താൻ ശ്രമിക്കുന്നത്. ദൈവവിളി കേട്ടിറങ്ങിയ അബ്രഹാമിന് ദൈവം ഒരു സന്തതിയെ വാഗ്ദത്തം ചെയ്തു. അബ്രഹാമിൻ്റെ ഭാര്യ സാറയിൽ കൂടി ഒരു മകനെ നൽകുക എന്നതായിരുന്നു ദൈവഹിതം. എന്നാൽ ദൈവിക വാഗ്ദത്തം വിശ്വസിച്ച അബ്രഹാം വാഗ്ദത്തത്തെ അത്രത്തോളം വിശ്വസിക്കാതിരുന്ന സാറായുടെ വാക്ക് കേട്ടു. മിസ്രൈം ദാസിയായിരുന്ന ഹാഗാറിനെ അബ്രഹാം ഭാര്യയായിട്ടെടുത്തു. ദൈവത്തിൽ നിന്നും വാഗ്ദത്തം പ്രാപിച്ചിരുന്ന അബ്രഹാമിനെ സാറയിൽ കൂടെ സാത്താൻ വഴിതെറ്റിക്കുകയായിരുന്നു. സാറായിയുടെ ഉപദേശം കേട്ട അബ്രഹാം തൻ്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കുവാൻ നിർബന്ധിതനായി തീർന്നു. ഹാഗാറിൽ നിന്നും അബ്രഹാമിൻ്റെ ഒരു മകനെ ജനിച്ചെങ്കിലും ദൈവിക പദ്ധതി അതായിരുന്നില്ല. എന്നാൽ 13 വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിന് സാറയിൽ കൂടെ തന്നെ ഒരു മകനെ ലഭിച്ചു. നമ്മുടെ കർത്താവ് വാഗ്ദത്തം നൽകിയ ശേഷം മാറിപ്പോകുന്നവനല്ല, അതിൻ്റെ നിവൃത്തീകരണത്തിനായി ജാഗരിക്കുന്നവനുമാണ്. യെരമ്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവം ഇത് പറയുന്നുണ്ട്. ദൈവത്തിൽ നിന്നും ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ പ്രതികൂലങ്ങൾ ഉയർന്നാലും നോട്ടം പ്രതികൂല സാഹചര്യങ്ങളിലേക്കാകരുത്. സാഹചര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവം അരുളിച്ചിരിക്കുന്ന വചനങ്ങൾക്കോ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പ്രവാചക ശിഷ്യന്റെ കോടാലി യോർദാനിലേക്ക് വീണപ്പോൾ മുതൽ അവൻ്റെ നോട്ടവും സാഹചര്യങ്ങളിലേക്കായി. ഹൃദയത്തിൽ ഉയർന്നിരുന്ന വചനങ്ങൾക്കും ദർശനങ്ങൾക്കും ഒരു പ്രാധാന്യവുമില്ലെന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളിൽ അവനും അകപ്പെട്ടുപോയി.
ദൈവനിയോഗമെന്ന് വിശ്വസിച്ചിരുന്നതൊക്കെയും വെറും തോന്നലുകളാണെന്ന് സാത്താൻ അവനോടും മന്ത്രിച്ചിരിക്കാം. ദൈവത്തിൽ നിന്നും പ്രാപിച്ചിരുന്ന വചനത്തിൽ നിന്നും അവൻ്റെ ശ്രദ്ധയെ അകറ്റുവാൻ സാത്താൻ കഠിന ശ്രമം നടത്തവേ ദൈവാത്മാവും അവൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്തു തുടങ്ങി. യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ദർശനപ്രകാരം അധ്വാനിക്കുന്നവരുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കാനാണ് ഈ ലോകത്തിൻ്റെ ദൈവമായിരിക്കുന്ന സാത്താൻ എപ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ വചനത്തിൽ നിലനിൽക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തി പകരപ്പെടുകയും ജയിപ്പാൻ ആവശ്യമായ കൃപ പകരുകയും ചെയ്യും. ദൈവത്തെങ്കിലേക്ക് നോക്കുന്നവരുടെ മുഖത്തെ ദൈവം ആദരിക്കാതിരിക്കത്തില്ലല്ലോ. ഈ പ്രവാചക ശിഷ്യന്റെ കോടാലി ഊരി നദിയിൽ, യോർദാൻ നദിയിൽ വീണപ്പോൾ ആദ്യം അവനൊന്ന് ഭ്രമിച്ചെങ്കിലും ദൈവാത്മാവ് അവൻ്റെ മനസ്സിനെ ശക്തീകരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൽ നിന്നും പ്രാപിച്ചിരുന്ന വചനങ്ങൾക്കും ദർശനങ്ങൾക്കും പുതുജീവനുണ്ടായി. ദൈവത്തിനൊന്നും അസാധ്യമായതില്ലെന്നും നഷ്ടമായ തൻ്റെ കോടാലി തിരികെ എടുപ്പാൻ ദൈവം ഒരത്ഭുതം ചെയ്യുമെന്നും അവൻ വിശ്വസിച്ചു. അവൻ്റെ മനസ്സിൽ വിശ്വാസത്തിൻ്റെ ആത്മാവ് ക്രിയ ചെയ്തു തുടങ്ങുകയായിരുന്നു. ഏലിയാവിൻ്റെ ഇരട്ടി ആത്മശക്തി പ്രാപിച്ചവനും യോർദാൻ നദിയെ പുതപ്പുകൊണ്ടടിച്ച് പിളർന്നവനുമായ എലീശയും തങ്ങളുടെ കൂടെ യോർദാനിലുണ്ടെന്നുള്ള വസ്തുത അവൻ്റെ മനസ്സിൽ ഓടിയെത്തി. അവൻ്റെ വിശ്വാസം ബലപ്പെട്ടു. ഉടൻ തന്നെ അവൻ എലീശയെ വിളിച്ചു. ഈ പ്രവാചക ശിഷ്യൻ നിലവിളി കേട്ട് എലീശ മാത്രമല്ല മറ്റു ശിഷ്യന്മാരും അവിടേക്ക് വന്നിട്ടുണ്ടാകും. ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്, ഈ പ്രവാചക ശിഷ്യന്മാരെല്ലാം അവനെ ആശ്വസിപ്പിക്കുവാനും ഉപദേശിക്കുവാനും ശ്രമിച്ചിട്ടുണ്ടാകും. എന്നാൽ അവനിപ്പോൾ ആശ്വാസത്തിൻ്റെയോ ഉപദേശത്തിൻ്റെയോ വാക്കുകളല്ല, മറിച്ച് ദൈവികമായൊരു വിടുതൽ തന്നെയാണ് ആവശ്യമായിരിക്കുന്നതെന്ന് എലീശ ചിന്തിച്ചു. ആത്മശക്തിയോടെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരുടെ ചിന്തകളും വാക്കുകളും മറ്റുള്ളവരിൽ നിന്നും തീർത്തും വ്യത്യസ്തം തന്നെയായിരിക്കും. അവർ എപ്പോഴും ക്രിയാത്മകമായി ചിന്തിക്കുകയുള്ളൂ. കോടാലി നഷ്ടപ്പെട്ടു നിൽക്കുന്ന പ്രവാചക ശിഷ്യനെ ആശ്വസിപ്പിക്കുവാനോ ഉപദേശിക്കുവാനോ ശ്രമിക്കാതെ എലീശ തൻ്റെ കണ്ണുകൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്തി. ഉടൻ തന്നെ അവനെക്കുറിച്ചുള്ള ദൈവഗീതം ദൈവപുരുഷനായ എലീശയ്ക്ക് വെളിപ്പെട്ടു. ദർശനപ്രകാരം അധ്വാനിക്കുന്നവർക്ക് വേണ്ടി ദൈവിക വിടുതലും ഉടൻ തന്നെ ഉണ്ടാകും. ഒരു ആത്മീയ മുന്നേറ്റം, ഒരു ആത്മീയ ഉണർവ് എന്നുള്ള വിഷയത്തിൽ തുടർന്നും നിങ്ങൾ ഈ വചന സന്ദേശം പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ തന്നെ ഇതിൽ ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം, പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.